ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് ഇന്നലെ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ വഴി എന്നതാണ്. ദൈവത്തിന്റെ വഴി നമുക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. സങ്കീർത്തനം 18:30, യഹോവയുടെ വഴി തികവുള്ളത്. ഗോഡ്സ് വേ ഈസ് പെർഫെക്റ്റ്. ദൈവത്തിന്റെ വഴി തികവുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ്. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, ടെസ്റ്റഡ് എന്നാണ്, പരിശോധിക്കപ്പെട്ടത്. ടെസ്റ്റ് ചെയ്ത് ഓക്കെ അടിക്കാത്ത ഉൽപ്പന്നങ്ങളൊന്നും മാർക്കറ്റിൽ നമുക്ക് വാങ്ങാനും കൊടുക്കാനും പാടില്ല. അപ്പൊ ദൈവത്തിന്റെ അപ്രൂവൽ ഉണ്ട് വചനത്തിന്, ടെസ്റ്റഡ് ആണത്. ISI മുദ്രയുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഗോഡ് സീല്, ദൈവത്തിന്റെ മുദ്രയുണ്ടത്. ദൈവത്തിന്റെ വചനം ഊതിക്കഴിച്ചത്. മൂന്നാമത് ദൈവം തന്നെ. ഇങ്ങനെ 3 കാര്യം ആ വാക്യത്തിലുണ്ട്. 30-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനം 18:30 ഒന്നാമത് ദൈവത്തിന്റെ വഴി, രണ്ടാമത് ദൈവത്തിന്റെ വചനം, മൂന്നാമത് സാക്ഷാൽ ദൈവം തന്നെ. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയം. അപ്പോ ദൈവം നമുക്ക് തരുന്ന, അതാത് സന്ദർഭങ്ങളിൽ തരുന്ന വചനമാണ് നമുക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ദൈവവഴി. പ്രൈസ് ദി ലോർഡ്. അതാത് സമയത്ത് ദൈവം നമുക്ക് തരുന്ന വചനമാണ് അതാത് സമയത്തേക്കുള്ള ദൈവ വഴി. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും വഴി കാണാതെ വിഷമിക്കുകയാണോ? ഒരു വഴിയില്ലല്ലോ എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? എന്റെ ദൈവമേ, ഒരു വഴി കാണിച്ചു തരണമേ എന്ന് പറയുന്നില്ലേ? എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലെ ഒരു മെയിൻ ഡോക്ടറുടെ ഭാര്യ ഇട്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്, എന്റെ ഹസ്ബൻഡിന് ഒരു നുള്ളു ശ്വാസം ഒന്ന് എടുക്കാൻ ഒരു വഴി ദൈവം കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം കോവിഡ് അഫക്റ്റഡ് ആണ്. അതെ, ഒരു വഴിയില്ലാത്ത സമയത്ത് ദൈവത്തിന്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ തന്നെ ശരണമാക്കുന്നവർക്ക് ദൈവം ആ സമയത്തേക്കൊരു വചനമാണ് കൊടുക്കുന്നത്. ആ വചനം അതൊരു വഴിയായി മാറും, അതൊരു വഴി തുറക്കും, അതൊരു വഴി ഒരുക്കും. അവൻ തന്നെ വചനമായി അയച്ചവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റും. ദൈവത്തിന്റെ വഴി ദൈവത്തിന്റെ വചനത്തിലാണ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവരെ അവൻ സുരക്ഷിത സ്ഥാനത്ത് മറച്ചു പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അതാത് സമയത്ത് ദൈവ വചനത്തിലൂടെ ദൈവ വഴി കണ്ടെത്തുന്നവർ ദൈവത്തിൽ അഭയം കണ്ടെത്തും. ഒന്നുകൂടെ പറയാം, ആ ഭാഗം, ആ വാക്യത്തിൽ നിന്നൊരു കൊച്ചു മെസ്സേജ് ആദ്യം അങ്ങ് പറയുകയാണ്. അതാത് ദിവസത്തേക്കുള്ള ദൈവവചനത്തിലൂടെ ദൈവ വഴി കണ്ടെത്തുന്നവർ ദൈവത്തിൽ ഒരു സുരക്ഷിത സ്ഥാനം, ഒരു സീക്രട്ട് പ്ലേസ് കണ്ടെത്തും. ഹല്ലേലൂയ. ഒരു പോരും അവനെ ഏൽക്കാതെ വണ്ണം, ഒരു പോരാട്ടവും അവനെ ഏൽക്കാതെ വണ്ണം, ഒരു തീയമ്പുകൾ അവന്റെ മേൽ പതിക്കാതെ വണ്ണം, ഒരു ശത്രുവും അവനെ ഉപദ്രവിക്കാതെ വണ്ണം
ഒരു സീക്രട്ട് പ്ലേസ് ദൈവം അവന് വേണ്ടി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വഴി ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് എന്ന് നാം പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം രണ്ട് വിധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്ന പുസ്തകം. രണ്ട്, ഇന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന വചനം, പുറപ്പെടുന്ന വചനം, ചലിക്കുന്ന വചനം, ചലിപ്പിക്കുന്ന വചനം, മുഴങ്ങിച്ചെല്ലുന്ന വചനം, സംസാരിക്കുന്ന വചനം. അത് ഈ സായങ്കാലത്ത് കേൾക്കുന്ന സമയത്ത് വചനത്തിലൂടെ അതതിന്റെ പ്രവൃത്തി ചെയ്യാതിരിക്കയില്ല. നമ്മൾ പരിചയമുള്ളവരും അനുഭവമുള്ളവരും പഴക്കമുള്ളവരുമാകുമ്പോൾ വഴികൾ നമുക്ക് സുപരിചിതമാകും. ഒന്നുകൂടെ പറയാം, നമ്മൾ പഴക്കമുള്ളവരും അനുഭവസ്ഥരും സീനിയേഴ്സും ആകുമ്പോൾ നമുക്ക് വചനമെല്ലാം അങ്ങ് പഴകിപ്പോകും. സുപരിചിതത്വം. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊരു വിദ്വാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിസാമീപ്യം കൊണ്ടുണ്ടാകുന്ന അവഗണന. പെന്തക്കോസ്തരായ നമ്മൾക്ക് വചനവുമായിട്ട് അതിസാമീപ്യമായി പോയി. അതിസാമീപ്യം പലപ്പോഴും ഭയമില്ലായ്മ ഉളവാക്കും, ബഹുമാനമില്ലായ്മ ഉളവാക്കും, അവഗണന ഉളവാക്കും. ഉദാഹരണത്തിന്, യഹോവയുടെ പെട്ടകം ഒരു വീട്ടിൽ വെച്ചു, ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു, അത് കൊള്ളാം. എന്നാ വേറൊരു വീട്ടിൽ വെച്ചു, ആ വീട് അതോടെ നാടൻ ഭാഷ പറഞ്ഞ കുത്തുവാള എടുത്തുപോയി. നിങ്ങൾക്കറിയാം, രണ്ടും ഒരേ പെട്ടകമാണ്. ഒരു പെട്ടകം ഒരു വീട്ടിൽ വെച്ചു, ചുരുങ്ങിയ സമയം കൊണ്ട് ആ വീടിന്റെ ഭൗതികവും ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ മേഖലകളെയും അത് സ്വാധീനിച്ചു, അനുഗ്രഹിച്ചു. എന്നാൽ അതേ പെട്ടകം മറ്റൊരു വീട്ടിൽ ദീർഘനാളിരുന്ന് ആ കുടുംബത്തിന് ശാപമായി ഭവിച്ചു. എന്താണ് കാരണമെന്ന് വേദവചനം പരിചയമുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതിസാമീപ്യം കൊണ്ടുണ്ടായ അവഗണനയാണ്. പെട്ടകത്തോട് പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അറിയാം. യോശുവയുടെ പുസ്തകം പറയുന്നു, നിനക്കും അതിനും ഇടയിൽ നിശ്ചിത അകലമുണ്ടായിരിക്കണം, നീ അതിനോട് അടുക്കരുത്. എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ആ വീട്ടിൽ അത് വെച്ചപ്പോൾ ആ വീട്ടുകാർക്ക് കിട്ടിയ ചാൻസ് മിസ്യൂസ് ചെയ്തു. ആ വീട്ടിലെ ചെറുക്കൻ അവന് കളിയല്ലേ, കാര്യം അറിയില്ലല്ലോ, അവൻ കയറി തൊട്ടു പെട്ടകത്തെ. നാടൻ ഭാഷ ഞാൻ പറഞ്ഞോട്ടെ, അവൻ തട്ടിപ്പോയി. ആവശ്യമില്ലാത്തടത്തൊന്നും തൊടരുത്, ഏൽപ്പിച്ചെടുത്ത് മാത്രമേ തൊടാവുള്ളൂ, ഏൽപ്പിച്ചതേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിസാമീപ്യം കൊണ്ട്
അവഗണനയും അവഗണന കൊണ്ട് അപകടവും ഉണ്ടാകാം. സ്തോത്രം, 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 സ്തോത്രം. വിശുദ്ധന്മാരോട് പറയുവാൻ എൻ്റെ മനസ്സ് വളരെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അതിസാമീപ്യം കൊണ്ട് അവഗണനയും അവഗണന കൊണ്ട് അപകടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് ഉപദേശിമാരായ ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങൾ രാവും പകലും വചനം ധ്യാനിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു, 3-4 പ്രസംഗം ഒരു ദിവസം ചെയ്യുന്നു, തിരിച്ചും മറിച്ചും വായിക്കുന്നു, ധ്യാനിക്കുന്നു, പാടുന്നു. അപ്പൊ അതിസാമീപ്യം കൊണ്ട് അവഗണന ഉണ്ടായാൽ ആദ്യം അത് ഉപദേശിമാർക്കുണ്ടാകും. എത്രയോ പേർക്കുണ്ടായി. എത്രയോ പ്രഭാഷകർക്ക് അങ്ങനെയുള്ള അപകടങ്ങളും വലിയ വീഴ്ചകളും ഉണ്ടായി. വൻ വീഴ്ചകൾ. വാർത്തകളൊക്കെ കണ്ടാൽ നമ്മൾ വല്ലാതെ തകർന്നു പോകും. വൻ വീഴ്ചകൾ, വമ്പന്മാരെ വീഴ്ചതാണ് ഈ ലോകം. അപ്പോൾ അതിസാമീപ്യം കൊണ്ട് അവഗണനയും അവഗണന കൊണ്ട് അപകടവും വരാൻ സാധ്യതയുണ്ട്. എന്താണ് പറയാൻ പോകുന്നത്? വചനത്തിലൂടെ അതാത് ദിവസത്തേക്കുള്ള ദൈവ വഴി അഥവാ ദൈവഹിതം നമുക്ക് ലഭ്യമാകുകയും അങ്ങനെ ദൈവത്തോട് നമുക്ക് അടുത്ത് ചെന്ന് അഭയം പ്രാപിക്കുകയും ചെയ്യാൻ കഴിയുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് അതാത് ദിവസത്തേക്കുള്ള ദൈവവഴി നാം അന്വേഷിക്കാതിരിക്കുന്നത്? അവിടേക്കാണ് നാം കയറുന്നത്. അതിസാമീപ്യം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ഒരു വർഷത്തിൽ 1000 പ്രസംഗമെങ്കിലും കേൾക്കുന്നത് കൊണ്ടും ബൈബിൾ വായിച്ച് തീർക്കുന്നത് കൊണ്ടും ആ സുപരിചിതത്വം നിമിത്തം ഒരു പുതിയ വഴി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ, ചോദിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന അപകടത്തെ നാം ജയിക്കണം. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ദാവീദ്, ഇദ്ദേഹത്തിന് അറിയാൻ മേലാത്ത വഴി വല്ലതും ഉണ്ടോ? കാട്ടിക്കൂടെ നടന്ന ആടിനെ തീറ്റി ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ച ശക്തനായ ഈ പടയാളി, ഈ മ്യൂസിഷ്യൻ, ഇങ്ങേർക്ക് അറിയാൻ മേലാത്ത വല്ല വഴിയുണ്ടോ? എങ്കിൽ പിന്നെ എന്തിനാ ദൈവത്തോട് ഇങ്ങനെ വഴി ചോദിക്കുന്നേ? 25-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 25:4. ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം 4-ാമത് വചനം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. എത്ര ആത്മാർത്ഥതയേറിയ ഒരു പ്രാർത്ഥനയാണത്. ആ മനുഷ്യന്റെ ഭാര്യ ഇത് കേട്ടാ ചോദിക്കുക, എടോ മനുഷ്യ, തനിക്കറിയാത്ത വഴി ഏതാ ഇസ്രയേലിലുള്ളത്? തനിക്കറിയാത്ത യുദ്ധതന്ത്രം ഏതാ ഇന്ന് ഭൂമിയിലുള്ളത്? തനിക്കറിയാത്ത ശത്രു ഏതാ ഉള്ളത്? താൻ ഇത്രയൊന്നും വലിയ ആളാകുന്നതിന് മുമ്പ്
ഇസ്രായേലിനെ മുഴുവനും വെല്ലുവിളിച്ച ഒറ്റയാൻ പട്ടാളത്തെ ഒറ്റ കല്ലുകൊണ്ട് ഒറ്റയേറിന് വീഴ്ച നിനക്ക് ഇപ്പൊ എന്തത്ര കൺഫ്യൂഷൻ? ആ കൺഫ്യൂഷനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് ദാവീദ് പറയും. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് നീ എന്റെ കയ്യെ പിടിച്ചില്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് വഴികളെല്ലാം അറിയാം, പക്ഷെ ഇന്ന് ഞാൻ പോകേണ്ടതിന് നീ എനിക്കൊരു വിശാലത വരുത്തണം. കാലടി വയ്ക്കുവാൻ വിശാലത വേണം. എന്റെ മുമ്പിൽ നിന്റെ പാത നേരെയാക്കണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നേരെയാക്കണമേ. യഹോവേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. എന്തൊരു നിലവിളിയാ! അതിനു മുമ്പ് അദ്ദേഹം പറയുന്നു, നിങ്കലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തും. ശബ്ദമുയർത്തുന്നത് നല്ലതാണെങ്കിലും അതിനൊക്കെ വളരെ മുമ്പ് മനസ്സുയർത്തണം. കൈ ഉയർത്തുന്നത് നല്ലതാ, കൈ ഉയർത്തുന്നത് നല്ലതാ, ശബ്ദം ഉയർത്തുന്നത് നല്ലതാ, പക്ഷെ അതിനൊക്കെ മുമ്പ് മനസ്സുയർത്തണം. യഹോവേ, നിങ്കലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തുന്നു. ഇന്ന് രാവിലെ ഇന്ത്യയിൽ രാവിലെ, അമേരിക്കയിൽ രാത്രി. ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ എന്റെ മനസ്സ് നിന്റെ അടുക്കലേക്ക് ഉയർത്തും. എന്തിനാ? വഴിയറിയാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളോട് കർത്താവിന്റെ ആത്മാവിലൊരു ദൂതങ്ങ് പറയട്ടെ, ഇന്നത്തേക്കുള്ള വഴി ഇന്നാ തുറക്കുന്നത്, നാളെയല്ല, ഇന്നലെയുമല്ല. At the time, at the moment. ഉദാഹരണം, ചെങ്കടലിൽ ഒരു വഴി ഇല്ലായിരുന്നു. ഉലക ചരിത്രത്തിൽ ആരും ചെങ്കടലിന്റെ അടിയിൽ കൂടെ നടന്നിട്ടില്ല. ഇന്നലെ ആ വഴി അവിടെ ഇല്ല. ഇന്ന് രാവിലെ ഇല്ല, ഇന്ന് ഉച്ചക്കില്ല, ഇന്ന് ഈവനിങ്ങിലും ഇല്ല, രാത്രിയിലാണ് വഴി തുറന്നു. രാത്രി വഴി തുറന്നു. രാവിലെ ഇന്നത്തെ പോലത്തെ ചാനലുകാരെല്ലാം കൂടെ വഴി കാണാൻ വന്നപ്പോ വഴിയില്ല. രാത്രി ചാനലുകാർ അറിഞ്ഞില്ല. തമ്പുരാൻ ചെയ്യുന്നതെല്ലാം ചാനലുകാരോട് പറഞ്ഞേച്ചല്ലോ. രാത്രി തുറന്നു, രാത്രി തന്നെ അടച്ചു. നേരെ വെളുത്തപ്പോ അടച്ചു. പിറ്റേ ദിവസം പത്രക്കാരി വഴിയുടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ അങ്ങനെ ഒരു വഴിയില്ല, അവിടെ ക്ലോസ്ഡ്. അയ്യോ, ഇതെന്താ? ഇതാ ദൈവത്തിന്റെ വഴി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് മിനിറ്റിൽ, ലാസ്റ്റ് മോമെന്റിലായിരിക്കും നിനക്ക് വേണ്ടി മാത്രമുള്ള ദൈവ വഴി തുറക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഡേറ്റ് ഇട്ട് എഴുതി വെച്ചു, ദൈവത്തിന്റെ ദൂത് ഞാൻ കൈമാറുന്നു, വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിച്ച്, കണ്ണടച്ച് വിശ്വസിച്ചോ. ആ ലാസ്റ്റ് മിനിറ്റിലല്ല, ലാസ്റ്റ് സെക്കൻഡിൽ അത് ഓപ്പണാവും, യേശുവിന്റെ നാമത്തിൽ. ഒരു വഴിയില്ലെന്ന് നീ പറഞ്ഞ് കരഞ്ഞിട്ട് കണ്ണുനീര് തുടയ്ക്കുമ്പോൾ ഒരു വഴി അവിടെ തുറന്നു കിടക്കുന്ന കാണാം. ഇതാണ് ദൈവത്തിന്റെ വഴി. പ്രൈസ് ലോർഡ്. നേരത്തെ പറയത്തില്ല, നേരത്തെ അറിയിക്കത്തില്ല, നേരത്തെ ഒരു ഐഡിയ പോലും തരിക. ഇതാണ് ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത. അത് ദാവീദിന് പരിചയമുള്ളത് കൊണ്ട്
ദാവീദ് പറയുകയാണ്, ദൈവമേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. പഴയ നിയമത്തിൽ ശത്രുക്കളാണെങ്കിൽ പുതിയ നിയമത്തിൽ ശത്രു പിശാചാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു കൊള്ളണമേ. എന്നെ ശത്രു തോൽപ്പിക്കരുതേ. എന്റെ കുഞ്ഞുങ്ങളെ തോൽപ്പിക്കരുതേ. എന്റെ കൊച്ചുമക്കളെ തോൽപ്പിക്കരുതേ. എന്റെ സഭാജനങ്ങളെ പിശാച് തോൽപ്പിക്കരുതേ. പാപത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ വീഴിക്കരുതേ. മോഹത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ വീഴിക്കരുതേ. ദ്രവ്യാഗ്രഹത്തിൽ എന്റെ തലമുറ വീഴരുതേ. നിരീശ്വരവാദത്തിലേക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോകരുതേ. Praise the Lord. അങ്ങനെ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കും. ഇങ്ങനെ ദൈവത്തിന്റെ വഴി അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം, ഒരു പ്രാർത്ഥന, ഒരു ഏകാഗ്രത നമുക്ക് ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വഴി അവൻ നമുക്ക് വെളിപ്പെടുത്തും. അതിന് മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തണം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അതിന് വലിയ ശബ്ദമോ ബഹളമോ ഒന്നും വേണമെന്നില്ല. അതിനധികം ആളൊന്നും വേണമെന്നില്ല. ആത്മാർത്ഥതയോടെ, സമർപ്പണത്തോടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഏകാഗ്രമാക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ നിനക്ക് വേണ്ടി വെച്ച ആ വഴി കർത്താവിന് മഹത്വം. പ്രിയ കർത്തൃദാസന് ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ തടസ്സം വന്നു എന്ന് കരുതുന്നു. അദ്ദേഹം തടസ്സം മാറുമ്പോൾ നമ്മളോടൊപ്പം വന്ന് ചേരും. ആ അവസരം നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഭാവിച്ചാന് വന്നല്ലോ, തുടർന്നാട്ടെ. 25-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ ദൈവവഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യന്റെ മുമ്പിൽ ദൈവം 2 വഴികൾ തുറന്നു വയ്ക്കും. ഒന്ന് 8-ാം വാക്യത്തിലെ വഴി, 2 9-ാം വാക്യത്തിലെ വഴി. ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 25-ാമത് സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു.
അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നു. ആമേൻ. ദൈവവഴിക്ക് വേണ്ടി മനസ്സുയർത്തിയ ഭക്തന് വേണ്ടി ദൈവം രണ്ട് വഴി പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വഴി പാപികൾക്ക് വേണ്ടി തുറക്കുന്ന വഴി. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ ധ്യാനിച്ചത് പറയാം. ഒന്ന്, അത് നേർവഴിയാണ്. കർത്താവായ യേശുവിനെ അത് സൂചിപ്പിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. രണ്ടാമത്, ആ വഴി കാണിച്ചു തരികയേ ഉള്ളൂ, പഠിപ്പിച്ചു തരികയല്ല. കാണിക്കുന്ന വഴിയാണ്. മൂന്നാമത്, അത് പൊതുവഴിയാണ്. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കള്ളനും കള്ളുകൂടിയനും, പാപിക്കും ദുഷ്ടനും, കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന സ്ത്രീക്കും, കുരിശിലെ കള്ളനും, ചുങ്കക്കാരൻ സക്കായിക്കും എല്ലാം കേറാവുന്ന വഴി, പൊതുവഴി. നാലാമത്, ആ വഴിയെക്കുറിച്ച് മനസ്സിലാക്കിയത്, ആ വഴി ദൈവത്തിന്റെ നീതിയെ കാണിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കും. അപ്പോൾ ആ വഴി അത് ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ നീതി അവിടെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം ഉണ്ടായ കാലം മുതൽ ഇന്നയോളം ദൈവം തൻ്റെ നീതി, തൻ്റെ സത്യം, തൻ്റെ നേർവഴി, തൻ്റെ രക്ഷാവഴി, മോക്ഷവഴി, പാപമോചന വഴി, വിശുദ്ധിയുടെ വഴി, ദൈവത്തിലേക്കുള്ള വഴി, നിത്യരാജ്യത്തിലേക്കുള്ള വഴി, ദൈവം ആർക്കും മറച്ചില്ല. എന്തുകൊണ്ട്? ദൈവം നീതിമാനാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കും. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ മനുഷ്യർക്ക് ദൈവത്തോട് പ്രതിവാദം ചെയ്യാൻ കഴിയാത്ത വിധം ദൈവം തന്റെ നീതി പാത എല്ലാ തലമുറയ്ക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. യഹോവ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിച്ചു. ഇതാകുന്നു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പൊതുവഴി തുറന്നിട്ടിരിക്കും. നാം ചില ദേശത്തൂടെ പോകുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ബൈ റോഡിലോട്ട് തിരിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് പൊതുവഴിയല്ല. ഇത് പൊതുവഴിയല്ല. എന്താ അതിന്റെ അർത്ഥം? അത് ഒരു പാർട്ടി വില കൊടുത്ത് മേടിച്ച് ഉണ്ടാക്കിയ റോഡാണ്.
പക്ഷെ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തിന് വേണ്ടി തുറന്ന വഴി പൊതുവഴിയാണ്. അത് ആരെയും കൺഫ്യൂസ്ഡ് ആക്കുന്നതല്ല, അത് നേർവഴിയാണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അവിടെ ഒരു പക്ഷേ ഇന്റർനെറ്റിന് തടസ്സം വന്നിരിക്കാം. നമുക്ക് ഒരല്പസമയം കൂടെ ആട്ടെ. കർത്താവിന്റെ ദാസം വീണ്ടും വന്ന് ചേർന്നിരിക്കുക. അൺമ്യൂട്ട് ചെയ്യണം ബാബുച്ച. ഇവിടെ ഇന്ന് ഇന്റർനെറ്റിന് ഒരു ഇച്ചിരി പ്രയാസം കാണിക്കുന്നുണ്ട്. സ്തോത്രം 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 സ്തോത്രം. അപ്പൊ ദൈവം നീതിമാനായതുകൊണ്ട് ഒരു മനുഷ്യർക്കും ദൈവത്തോട് ന്യായം പറയാൻ ഇട കൊടുക്കാതെ വണ്ണം രക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴി എല്ലാവർക്കും ദൈവം കാണിച്ചു കൊടുത്തു. അത് കോമൺ ആണ്, സൗജന്യമാണ്, പൊതുവാണ്. അത് നേർവഴിയാണ്, അത് പൊതുവഴിയാണ്. അതിന് പാസ്സൊന്നും എടുക്കണ്ട, സൗജന്യമാണ്. അങ്ങനെ ഞാനും നിങ്ങളും ഈ വഴി കണ്ടെത്തി. കർത്താവ് കാണിച്ചു തന്നു രക്ഷയുടെ വഴി, ജീവനുള്ള പുതുവഴി. ദൈവത്തിന്റെ മഹാകരുണയാലും കൃപയാലും നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ രക്ഷയുടെ വഴി, ഈ നിത്യതയുടെ വഴി, ഈ പ്രത്യാശയുടെ വഴി, ഈ സമാധാനത്തിന്റെ വഴി, ഈ പാപമോചനത്തിന്റെ വഴി കാണിച്ചു തന്നതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ അത് കാണിച്ചു തരികയേ ഉള്ളൂ, തെരഞ്ഞെടുക്കുന്ന അവരവരുടെ ഇഷ്ടമാണ്. ദൈവം എങ്ങനെയെങ്കിലും അത് കാണിച്ചു കൊടുക്കും. അവൻ സകല മനുഷ്യർക്കും മഴയും ഹിമവും നന്മയും സമൃദ്ധിയുള്ള കാലങ്ങളും നൽകുകയാൽ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം അവർക്ക് നൽകാതിരുന്നിട്ടില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 14 പൗലോസ് പറയുന്നതും ഇതേ കാര്യമാണ്. ആ വാക്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 14 16 17. അപ്പോസ്തല പ്രവൃത്തികൾ 14 16 17. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും പുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ചുള്ള സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണേ. രക്ഷിക്കപ്പെടാത്തവർക്കും ദൈവം സാമ്പത്തിക സമൃദ്ധി നൽകി. അവരുടെ കൃഷികൾക്ക് മഴ നൽകി, നല്ല ഫലങ്ങൾ നൽകി, ആരോഗ്യം നൽകി, സൗന്ദര്യം നൽകി, ബുദ്ധിശക്തി നൽകി, കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയവരൊക്കെ ദൈവമക്കൾ മാത്രമൊന്നും അല്ലല്ലോ. അപ്പോ ദൈവം നീതിമാനായതുകൊണ്ട് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യ്ക്കും.
അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തന്നെ കുറിച്ചുള്ള സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ഈ 3 വചനങ്ങൾ ചേർത്ത് പഠിക്കുന്ന വളരെ അനുഗ്രഹമായി. സങ്കീർത്തനം 25:8, റോമർ 1:18-19, അപ്പോസ്തലപ്രവൃത്തി 14:16 ചേർത്ത് പഠിക്കുന്നത് 16 അല്ല 16-17 ചേർത്ത് പഠിക്കുന്ന കൂടുതൽ അനുഗ്രഹമാണ്. അപ്പൊ ദൈവം നല്ലവനാണ്. സ്തോത്രം, 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 സ്തോത്രം. അത് നല്ലവർക്ക് മാത്രമല്ലെന്നേ. ഇതാണ് ആസാഫിനെ അലട്ടിയ പ്രശ്നം. ആസാഫിനെ അലട്ടിയ പ്രശ്നം ആരോഗ്യവും സമൃദ്ധിയും പിള്ളേരുടെ ജോലി, വീടും കാറും ഒക്കെ നോക്കുമ്പോ ദൈവത്തെ സേവിക്കാത്തവർക്കും നല്ല കാലം. ആസാഫിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. പുള്ളി എന്നിട്ട് താരതമ്യം ചെയ്ത് നോക്കിയപ്പോ ദൈവത്തെ സേവിക്കാത്തവർക്കാണ് കുറെ കൂടെ മെച്ചം. അതെ 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 സത്യമായിട്ടും അതേന്നെ. നമ്മൾ ഈ അറേബ്യൻ രാജ്യങ്ങളിലെ പാലസുകളോ പാലസിന്റെ പരിസരത്തോടെയോ ഒക്കെ ഒന്ന് പോകണം. മനുഷ്യർ ഇങ്ങനെ ജീവിക്കുന്നുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരുടെ ദൈവശാസ്ത്രം എന്താ നമുക്കറിയാൻ മേല. ഈ കേരളത്തിൽ ഇപ്പം ഒരു 2 മാസമായിട്ട് സകല പത്രങ്ങളിലും ആരാ ഫ്രണ്ട് പേജില്? അഴിമതിക്കാര്. ഇവർക്കൊക്കെ എത്ര കോടിയാണെന്നറിയോ? എന്റെ മോനെ എനിക്കറിയത്തില്ല. ഞാൻ അതിന്റെയൊക്കെ തുക പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്രയും വലിയ തുക കൈകാര്യം ചെയ്ത് പരിചയമില്ല. എന്തിനാ ഇവരിതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവാ. നമുക്കൊന്നും അറിയില്ലല്ലോ അതിനെക്കുറിച്ച്. എത്ര 1000, 2000, 10,000 ലക്ഷം കോടികൾ ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് പറഞ്ഞു വരുന്നത് സാമ്പത്തിക ഉയർച്ചയും വിദ്യാഭ്യാസപരമായ ഉയർച്ചയും ആരോഗ്യപരമായ ഉയർച്ചയും ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് മാത്രവുമല്ല, വിശ്വാസികൾക്ക് അതിനകത്തൊരു സ്പെഷ്യൽ കാര്യവും ഇല്ലെന്നാണ്. സൂക്ഷിച്ചു പഠിക്കും, നമുക്ക് മനസ്സിലാവും. ആസാഫിനെ ഇത് വല്ലാതെ അലട്ടി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് വല്ലാത്ത അസൂയ തോന്നും. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. എനിക്ക് വേദന ഉണ്ടെന്നുള്ളതല്ല എന്റെ പ്രശ്നം, അവർക്ക് വേദന ഇല്ലല്ലോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അല്ലേ? അങ്ങനെ വന്നിട്ടില്ലേ? വരും, അങ്ങനെയൊക്കെ വരും. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഇവർക്കാർക്കും എന്നെ ഒരു പ്രയാസം ഇല്ലാത്ത. കഴിഞ്ഞ കൊല്ലം ഞാനൊരു 6 മാസത്തോളം ഒരു വയറ്റുവേദനയായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ അതൊക്കെ മാറി. ഒത്തിരി പരിശോധനയൊക്കെ നടത്തി. ഞാൻ ഈ ഹോസ്പിറ്റലൊക്കെ പോവുകയും ആളുകളെ കാണുകയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ, ബീഡിയും വലിച്ച് ഉള്ളവായി വെറുതെ അനാവശ്യം എല്ലാം പറഞ്ഞ് കുപ്പി കൈ കരുതിക്കൊണ്ട് നടക്കുന്നവൻ ഒരു കുഴപ്പമില്ലല്ലോ കർത്താവേ. ഇതൊക്കെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ. നമ്മളുള്ള സത്യം വേണമല്ലോ പറയാൻ. ആസാഫ് പരമാർത്ഥിയായോട് ഇതെല്ലാം പറഞ്ഞു പോയി. പറഞ്ഞോണ്ടിരിക്കുമ്പോ പുള്ളിക്ക് തോന്നി പറയണ്ട, അത് ഞാനിങ്ങനെ പറയാൻ വിചാരിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ദോഷമാകുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിനേക്കാളെല്ലാം കൂടുതൽ പറയാനാ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവൻ നന്മ തരുന്നത് നല്ലവർക്ക് മാത്രമല്ല. ഈ തിരിച്ചറിവ് നമ്മുടെ മനസ്സിനകത്തൊന്ന് കേറിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. പിന്നീട് സമൃദ്ധിയും ഐശ്വര്യവും നന്മയും ഉയർച്ചയും ദൈവമക്കൾക്ക് മാത്രമല്ല ദൈവം അനുവദിക്കുന്നത് എന്നോർക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ എല്ലാവരെയും, ജാതികളെയും, സകല ജാതികളെയും അവരുടെ ഇഷ്ടത്തിന് പോകാൻ അനുവദിച്ചു. എന്നിട്ട് ദൈവം നല്ലവനാണെന്നുള്ളതിന്റെ തെളിവിന് അവർക്ക് നല്ല കാലങ്ങളെ കൊടുത്തു. സാക്ഷ്യം നൽകാതിരുന്നിട്ടില്ല. ഈ നന്മകളെല്ലാം വരുമ്പോ അതെന്റെ കഴിവാണെന്നും ഞാൻ വളരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചിട്ടാണെന്നും ആ മനുഷ്യൻ പറയുന്നത്. എന്നാൽ ഇതിന്റെ പുറകിൽ ഒരു ദൈവം ഉണ്ടെന്ന് അവൻ ചിന്തിച്ചില്ല. ഒരു കോൺട്രാക്ടർ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട്
താഴെ നിൽക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഒരു ചോക്ലേറ്റ് എറിഞ്ഞു കൊടുത്തു. എന്തിനാ എറിഞ്ഞെന്നറിയാവോ? അവര് മുകളിലോട്ട് നോക്കിയിട്ട് ഒരു കാര്യം പറയാൻ. പിള്ളേർ ആ ചോക്ലേറ്റ് ഒരുത്തിന്റെ കിട്ടി, മറ്റവന്മാരതിന്റെ പുറകെ ഓടി, പിന്നെ അടിയ. അത് തീർന്നു കഴിഞ്ഞ് വീണ്ടും മുറ്റത്ത് വന്ന് കളി തുടങ്ങിയപ്പോൾ അയാൾ വീണ്ടും ഒരു ചോക്ലേറ്റ്, അതും എടുത്തിട്ട് അവർ ഓടുക. കാരണം ഒരുത്തിന്റെ കിട്ടി, മറ്റവന് തട്ടിപ്പറിക്കാൻ ഓടിക്കുക. അപ്പൊ ഈ കോൺട്രാക്ടർക്ക്, എഞ്ചിനീയർക്ക് മനസ്സിലായി മുട്ടായി ഇട്ട പണി നടക്കുകയാണ്. ഒരു കുഞ്ഞു കല്ലെടുത്ത് ഒരു കൊച്ചിന്റെ തലയിലോട്ടിട്ടു, ഉടനെ മേലോട്ട് നോക്കും. ദൈവം നല്ലവനായതുകൊണ്ട് മഴ തന്നു, മഞ്ഞ് തന്നു, കാശ് തന്നു, ഡോളർ തന്നു, പിള്ളേരെ തന്നു, ആരോഗ്യം തന്നു, വിദ്യാഭ്യാസം തന്നു, റിസർച്ച് ചെയ്യാനുള്ള കഴിവ് തന്നു. പക്ഷേ നിന്റെ കഴിവുകൊണ്ടാണെന്നാണ് ഓർത്തെ. അപ്പോൾ ഒന്നാമത്തെ വഴി ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നമ്മെ സഹായിക്കുന്ന വഴിയാണ്. ആ വഴിയിൽ ഈ പറയുന്ന നന്മകളൊക്കെ ഉണ്ടെന്ന് കൂട്ടി. എന്നാൽ രണ്ടാമതൊരു വഴി ദൈവം ദാവീദിന് കാണിച്ചു കൊടുത്തു. അത് 25:9. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. ഈ വഴിയുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, അത് പൊതുവഴിയല്ല, എല്ലാവർക്കും മാനൊക്കെ. രണ്ട്, അത് സൗമ്യതയുള്ളവർക്ക് മാത്രമാണ്. മൂന്ന്, അത് പഠിക്കേണ്ടതാണ്. ഒരു ദിവസം കൊണ്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഒക്കെയല്ല, ഓരോ ദിവസവും പഠിക്കണം. അതാ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത്. വഴി എനിക്ക് കാണിച്ചു തരണേ. 2020 ഈ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ കാല് വെക്കണം, 2021 3-ാം മാസത്തിൽ ഏത് സ്റ്റെപ്പ് എടുക്കണമെന്ന് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആരും അറിയാത്ത വഴികൾ ദൈവം കാണിച്ചു തരും. സൗമ്യതയുള്ളവർക്ക് അവൻ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാൻ ആൾ വേണം, പഠിക്കാനുള്ള മനസ്സും വേണം. ഇങ്ങനെ 4 കാര്യങ്ങൾ ഈ വഴിയിൽ നമുക്ക് കാണാം. ഇവിടെ ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള വഴിയാണ്. ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വഴിയാണ്. ഇത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ള വഴിയാണ്. മറ്റേതോ പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവത്തിലേക്ക് തിരിയാനുള്ള വഴിയാണ്, മാനസാന്തരത്തിന്റെ വഴിയാണ്. വേണേ വരാം, വേണ്ടേ വരണ്ട. എന്നാൽ വന്ന ശേഷം പഠിക്കണം ദൈവത്തിന്റെ വഴി. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സൗമ്യത ഉള്ളവരെ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. അവൻ ഒരു കൊച്ചിനെ എടുത്ത് മുമ്പിൽ കൊണ്ട് നിർത്തി, നമ്മുടെ കർത്താവ്. എന്നിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ നിങ്ങൾ കണ്ടോ? ഇതുപോലെ നിങ്ങൾ ആയാലേ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകുന്നു. എന്താ ഈ ശിശുവിന്റെ പ്രത്യേകത? എനിക്ക് ഒത്തിരി പ്രത്യേകത മനസ്സിലായില്ല, ഒരെണ്ണം പറയാം. ശിശുവിന്റെ മെമ്മറി കാർഡ് മുഴുവനും ഫ്രീയാ, കാലിയാ. നമ്മുടെ മെമ്മറി കാർഡ് മുഴുവൻ ഫുള്ളാ. ഇനി ഒന്ന് കയറുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ശിശുവിനെ പോലെ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ വഴി പഠിക്കണമോ? നീ പഠിച്ച വഴികളെ ഡിലീറ്റ് ചെയ്യണം. കർത്താവ് തമ്പുരാൻ, മെശിയാ തമ്പുരാൻ ഭൂമി വന്നപ്പോ ഒരു കഴുതെ കൊണ്ടുവരാൻ പറഞ്ഞു. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. ഇതെന്താ കാര്യം? ഈ കഴുത തൊഴിക്കും. കഴുത നാണല്ലോ അതിന്റെ പേര്. ഇതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ട്രെയിനിങ് വേണം. നല്ല ട്രെയിനിങ് കഴുതയ്ക്ക് ആദ്യം കൊടുക്കണം. കാരണം വാഹനങ്ങളുടെ ഇടയിൽ കൂടെ, മനുഷ്യരുടെ ഇടയിൽ കൂടെ, തിരക്കുള്ള റോഡിൽ കൂടെ ഒക്കെ ഒരു VIP അല്ല ഒരു മനുഷ്യനെയും കൊണ്ടുപോകണമെങ്കിൽ വളരെ അച്ചടക്കമുള്ള കഴുത വേണം. അവിടെ ഇവിടെ നോക്കി അതിലെ ഇതിലെ ചാടി ബഹളം ഉണ്ടാക്കുന്ന അച്ചടക്കം ഇല്ലാത്ത പൊട്ടക്കഴുതയെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വെൽ ട്രെയിൻഡ് കഴുത വേണം. പക്ഷെ കർത്താവ് പറഞ്ഞു വേണ്ട. അതെന്താ? അതിനൊരു കാര്യമുണ്ട്.
ഇത് വെൽ ട്രെയിൻഡ് ആണെങ്കിലും ഉണ്ടല്ലോ, അത് മുകളിലിരിക്കുന്നവനെ നിയന്ത്രിക്കും. അതിലെ പോണ്ട, ഇതിലെ പോയാൽ മതി തോന്നി. ഞാൻ ഒരു ഉദാഹരണം പറയാം. കർത്താവ് കയറിയ കഴുത തുണിയുടെ മുകളിൽ കൂടിയൊക്കെയാ പോയി. വസ്ത്രങ്ങളെ വഴിയിൽ വിരിച്ചു. ലോകത്തിൽ ഒരു കഴുതയും വസ്ത്രത്തിന് മുകളിൽ കയറുകയില്ല. കാരണം മിക്കവാറും തുണിയലക്കാരായി ഇതിനെ കൊണ്ടുപോകണേ. അലക്കി വിരിച്ച തുണിയുടെ മുകളില് കയറിയ വിവരം അറിയും. അപ്പൊ മുൻകാല പരിചയമുള്ളവർക്ക് കർത്താവിന്റെ വഴിയെ പോകാൻ പാടാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ എക്സ്പീരിയൻസ് ആണ് ദൈവത്തിന് ഇന്ന് തടസ്സം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൂതി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. ദൈവത്തിന് തന്റെ പുത്തൻ വഴികളെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് 2021 പുത്തൻ വെളിപ്പാടുകളെ നിനക്ക് തരണമെന്നുണ്ട്. പക്ഷേ നിന്റെ എക്സ്പീരിയൻസ് ആണ് അതിന് തടസ്സം. നിന്റെ ബോധ്യങ്ങളാണ് അതിന് തടസ്സം. നിന്റെ പരിചയങ്ങളും നിന്റെ അനുഭവങ്ങളും പ്രാക്ടീസും അതിന് തടസ്സം. നീ ഒന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് പുതിയ മനസ്സുമായി, പുതിയ ഹൃദയവുമായി എന്റെ അടുത്തോട്ട് കയറി വരാമെങ്കിൽ, ആരും പോകാത്ത, ആരും കാണാത്ത പുതിയ വഴിയെ നിന്നെ നടത്താൻ കുഞ്ഞുമോനെ എനിക്ക് ആഗ്രഹമുണ്ട്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. സൗമ്യതയുള്ളവർക്ക് അവൻ തന്നെ വഴി പഠിപ്പിച്ചു കൊടുക്കും. സൗമ്യത, അതാ പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം. ശിശുവിന് നാണമില്ലല്ലോ, ശിശുവിന് തോക്കുന്നതിന് വിഷമമില്ലല്ലോ. 100 പ്രാവശ്യം ഒരേ കാര്യം ചോദിക്കും എന്റെ കൊച്ചുമോൻ എന്നോട്. ഒരേ ചോദ്യം 100 പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒന്ന് പറയുമ്പോൾ അവന് തൃപ്തിയല്ല, പിന്നെ വേറൊന്ന് പറയും തൃപ്തിയല്ല. അതെന്നെ പപ്പ, അതെന്നെ അപ്പച്ച, ഇതെന്നെ അപ്പച്ച, അങ്ങനെയല്ലേ അപ്പച്ച, ഇങ്ങനെയല്ലേ അപ്പച്ച. നമ്മൾക്കൊക്കെ ഈ ബൈബിൾ സ്കൂളിലാണേലും ചർച്ചാ മീറ്റിങ്ങുകളിലാണേലും ഒക്കെ ഒരു ചോദ്യത്തിൽ ചോദിക്കാൻ നമുക്ക് മടിയാ. കൊച്ചുങ്ങൾക്ക് തന്നെ അവരിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ചോദിക്കുന്ന പിള്ളേരെ ഉള്ളൂ, വളരെ ഉള്ളൂ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്. കേൾക്കുന്നത് മുഴുവനും കളക്ട് ചെയ്യാനും അബ്സോർവ് ചെയ്യാനും കഴിയുന്ന പ്രായം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്. സൗമ്യതയുള്ളവർ. എന്താണ് സൗമ്യത? അതോടെ പറയാം. ഇതോടെ പറയുമ്പോ സമയം തീരും. എന്താണ് സൗമ്യത? സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1, 2, 3 മാത്രം ഒന്ന് വായിക്കാവോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായം 12 നല്ല ഭാഷ പറഞ്ഞേ. അതെ, 12-ന്റെ 1, 2, 3. 1, 2, 3. മോശ ഒരു കൂശ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. എന്താണ് സൗമ്യത എന്ന് പഠിക്കാൻ ഈ ചാപ്റ്റർ പഠിച്ചാൽ മതി. ഡിക്ഷണറി നോക്കി അർത്ഥമൊന്നും പഠിക്കണ്ട. ദൈവം ഉദ്ദേശിച്ച അർത്ഥം ഇവിടെ കാണാം. എന്താണത്? ഒരു വീട്ടിൽ ശക്തമായ നാത്തൂൻ പോരെ, അതിന് മൂത്ത ആങ്ങളെയും കൂടെ കൂട്ടുകൂടി. ഇവര് 3 പേരുമാവട്ടെ ചർച്ചിന്റെ ടോപ്പ് ലീഡേഴ്സാണ്. ഒരാള് വനിതാ സമാജത്തിന്റെ പ്രസിഡന്റ്, മറ്റേയാള് വൈസ് പ്രസിഡന്റ്, മെയിൻ ആള് പ്രസിഡന്റ്. മോശയ്ക്കെതിരെ പണിയ അടുക്കളക്കകത്ത്. എന്നാ കാര്യം? കല്യാണം കഴിച്ചതാ വിഷയം.
മോശയുടെ ഭാര്യയെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതിന് റീസൺ കാണുമായിരിക്കും, പക്ഷെ റീസൺ ദൈവം ചോദിക്കുന്നില്ലല്ലോ. അല്ല, എന്തിനാ അതിനെ കെട്ടി? അതൊക്കെ വേറെ വിഷയം, അത് ദൈവം അവനുമായിട്ട് തീർത്തോളൂ. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാവോ? നിന്റെ വീട്ടിൽ വന്ന മരുമകളെ, നിന്റെ വീട്ടിൽ വന്ന മോളെ അഡ്ജസ്റ്റ് ചെയ്യാവോ? അല്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. അതാ നീ ശരിയാവാത്ത. അതൊന്നും ഇപ്പൊ എന്റെ മെസ്സേജ് അതല്ല കേട്ടോ. കർത്താവ് എന്നോട് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ പറയട്ടെ. ഇത് തുടങ്ങിയിട്ട് ദിവസം എത്രയായി? ഒത്തിരി ദിവസമായി. മോശ ഇതെല്ലാം കേട്ടിട്ട് പൊട്ടം കളിച്ച് നടക്കുക. കാരണം ഭാര്യയെ തല്ലാൻ നോക്കുവോ? ഭാര്യ ഉപദ്രവിക്കാൻ നോക്കുവോ? ഭാര്യയോട് ചൂടാവാൻ പറ്റുമോ? ശുശ്രൂഷ ചെയ്യണ്ടേ? ശുശ്രൂഷ ചെയ്യണ്ടേ? ഇപ്പൊ ഭാര്യയും കളയാൻ മേല, പെങ്ങളെയും കളയാൻ മേല. പെങ്ങളോ നല്ല കൃപയുള്ള പെങ്ങള. ഒരു കാര്യം മനസ്സിലായി, കൃപയുണ്ടെങ്കിലും സ്വഭാവം മാറുക. മാറ്റണോ വേണ്ടതെന്ന് അവരോട് തീരുമാനിക്കും. കഴിവുകൾ ആളുകൾക്കുണ്ട്, പക്ഷെ സ്വഭാവം മാറുന്നില്ല. ധാരാളം ടാലന്റഡ് ആയ ആളുകൾ ദൈവസഭയിലുണ്ട്, പക്ഷെ അവർക്കൊരു സ്വഭാവ രൂപീകരണം വരണമെന്ന് ദൈവം ആഗ്രഹിക്കും. ഓക്കെ, മോശ ഇതിന് നടുവിൽ എന്ത് ചെയ്തു? എന്റെ ബോധ്യം പറയാം. മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. കർത്താവേ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ പറയല, നീ പറയണം. ഞാൻ പറയല, നീ പറയണം. സ്തോത്രം, 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 സ്തോത്രം. പെട്ടെന്ന് ദൈവം ഇടപെട്ടു. ദൈവം പറയാ, മോശയാ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ സൗമ്യം. അപ്പൊ എന്താ കർത്താവേ സൗമ്യത? കേൾക്കണേ, കേട്ടു. കർത്താവ് ഗ്രഹിപ്പിച്ചു തരിക, ശ്രദ്ധിച്ച് കേൾക്കണം. വ്യക്തിപരമായി നിന്നെ ആക്രമിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ അതിനോടുള്ള നിന്റെ പ്രതികരണമാണ് നിന്റെ സൗമ്യതയുടെ അളവുകോൽ. ഒന്നുകൂടെ പറയാം. വ്യക്തിപരമായി നിന്നെ തരം താഴ്ത്തുമ്പോൾ, ആക്രമിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, അവഗണിക്കുമ്പോൾ അത് ചെയ്ത വ്യക്തികളോടുള്ള നിന്റെ സമീപനമാണ് നിന്റെ സൗമ്യതയുടെ അളവുകോൽ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തും, സൗമ്യതയുള്ളവർക്ക് അവൻ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തു പ്രാർത്ഥിക്കണം? കർത്താവേ, എന്നെ ആരെങ്കിലും അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ അതിലൂടെ ദൈവത്തിന് എന്നോട് എന്തോ പറയാനുണ്ട്, പഠിപ്പിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ പ്രതികരിപ്പാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണേ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് അവൻ തന്നെ വഴി പഠിപ്പിച്ചു. ഹോശേയ പ്രവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അത് വളരെ മനോഹരമായ വാക്യമാണ്. അതിന് 4-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ഇസ്രയേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? അപ്പം ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? വിശാല സ്ഥലത്ത് ഒരാട്ടിൻകുട്ടിയെ മേയ്ക്കുന്ന പോലെ എന്നെ മേയ്ക്കണം. പക്ഷെ ഞാനോ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ കാണിക്കുക. അപ്പൊ ദൈവത്തിന് എന്നെ പഠിപ്പിക്കാൻ പറ്റാതെ പോയിട്ട് ദുഃഖിക്കുന്നു. ദൈവത്തിന് എന്നെ തന്റെ വഴി പഠിപ്പിക്കാൻ കഴിയാതെ വേദനിക്കുന്നു. ഇത് മറ്റൊരു സങ്കീർത്തനത്തിൽ കാണാം. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരെ വഴികളിലേക്ക് കീഴടക്കുമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴി
ഇതിന്റെ രണ്ടാം ഭാഗമാണ് അതിപ്രധാനം. എന്നെയും നിങ്ങളെയും കാണിച്ചു തരണമെന്നും പഠിപ്പിക്കണമെന്നും നടത്തണമെന്നും ദൈവം ആഗ്രഹിച്ച വഴിയിൽ ആണോ നാം ഇപ്പോൾ ചലിക്കുന്നത്? അതിന് നമ്മുടെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ വഴി അറിയുവാൻ നമുക്ക് ഇച്ചിരൂടെ സൗമ്യത വേണം. എന്താണ് സൗമ്യത? ദൈവത്തിന് നിന്നെ തന്റെ ഇഷ്ടത്തിന് തിരിക്കാനും ട്യൂൺ ചെയ്യാനും ട്രെയിൻ ചെയ്യാനും സാധ്യമാകുന്നത് പോലെ നീ ദൈവത്തിന് ഫ്ലെക്സിബിൾ ആയോ? സ്തോത്രം, 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 സ്തോത്രം. ധൃതി പിടിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, ധൃതി പിടിച്ചൊരു വചനം ധ്യാനിച്ച് തിരക്ക് പിടിച്ച് ഓടല്ലേ. ഒരു പക്ഷേ ഈ ആഴ്ചയിൽ ദൈവത്തിന് നിനക്ക് വേണ്ടി മറ്റൊരു വഴി ഉണ്ടായിരിക്കാം. നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ, നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ, നിന്റെ ബിസിനസിന്റെ മുമ്പിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിൽ ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു വഴി കാണിച്ചു തരാൻ ഉണ്ടായിരിക്കും, പഠിപ്പിക്കാൻ ഉണ്ടായിരിക്കും. അതിന് കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്നുകൂടെ അടുത്തു വരാൻ ഈ സായങ്കാലത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. യഹോവയുടെ വഴി തികവുള്ളത്, ദൈവത്തിന്റെ വചനം ടെസ്റ്റ് ചെയ്യപ്പെട്ടത്, ശരണം പ്രാപിക്കുന്നവർക്ക് അവൻ പരിചയമാണ്. ദൈവത്തിന്റെ വഴിയിലൂടെ, ദൈവത്തിന്റെ വചനത്തിലൂടെ, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നാം വന്നാൽ നമുക്ക് വേണ്ടിയൊരു രഹസ്യ വഴി, ആരും നടക്കാത്ത വഴി, ഇതുവരെ തുറക്കാത്ത വഴി തുറക്കുകയും ഇതുവരെ ലഭിക്കാത്ത റെസ്റ്റ് നിനക്ക് തരാൻ ദൈവം കൊതിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ജീസസ്. അതിനുള്ള സൗമ്യത കർത്താവേ എനിക്ക് തരണമേ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, വില്യം കേറിയെ നടത്തിയതുപോലെയല്ല ബില്ലി ഗ്രഹാമിനെ നടത്തിയത്. ബില്ലി ഗ്രഹാമിനെ നടത്തിയതുപോലെയല്ല KE എബ്രഹാമിനെ നടത്തിയത്. ഓരോരുത്തർക്കും വേറെ വേറെ വഴികളിലൂടെ ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിലോട്ട് നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുള്ള സൗമ്യത നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടും. പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ചിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് സമർപ്പിച്ച്, പ്രിയ കർത്താവേ, അങ്ങ് കാണിച്ചു തന്ന വഴികൾക്കായി സ്തോത്രം. അങ്ങ് പഠിപ്പിക്കുന്ന വഴി പഠിക്കുക. ഇതാ എന്നെ സമർപ്പിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ നന്ദി.